നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വി.ഡി. സതീശനെതിരെ ഹൈക്കമാൻഡിന് മുന്നിൽ പരാതിയുമായി എത്താനൊരുങ്ങുകയാണ് ഷാഫി പറമ്പിൽ. കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം വി.ഡി. സതീശനെടുക്കുന്ന അവധാനതയില്ലാത്ത നിലപാടുകളാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യമായ യാതൊരു ആരോപണമോ കേസോ തെളിവോ ഇല്ലാതിരുന്നിട്ടും ധൃതി പിടിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തതിന് പിന്നിൽ വി.ഡി. സതീശൻ്റെ ഇടപെടലാണെന്നും ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്നുമാണ് ഷാഫി പറമ്പിൽ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സതീശനെതിരെ കുറ്റപത്രങ്ങളിലെ കൂമ്പാരവുമായിട്ടാണ് ഷാഫി ഹൈക്കമാൻഡിനെ സമീപിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിക്കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കളയുകയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തതോടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM-നും പിണറായിക്കുമെതിരെയുള്ള ഒരു കുന്തമുനയെയാണ് വി.ഡി. സതീശൻ മനഃപൂർവ്വം ഇല്ലാതാക്കി തീർത്തതെന്ന് ഷാഫി പറമ്പിലും സുഹൃത്തുക്കളും പറയുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം സുനിശ്ചിതമായിരുന്നു. പാലക്കാട് ഇനിയൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തി മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ അവിടെ വിജയിക്കില്ല എന്നാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ പാലക്കാട് സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടുത്താൻ മാത്രമേ സതീശൻ്റെ ഈ ധൃതി പിടിച്ചുള്ള ഇടപെടലുകൾ ഉപകരിച്ചുള്ളൂ എന്നാണ് ഷാഫി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള, സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്നും അതിന് മറ്റു നേതാക്കളുടെ അനുമതിയോ അല്ലെങ്കിൽ അവരുമായി ചർച്ച ചെയ്യുകയോ ഉണ്ടായിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസും UDF-ഉം നേടുന്ന പ്രതിസന്ധി, ഈ പ്രതിസന്ധിയുടെ പ്രധാന ഉത്തരവാദി വി.ഡി. സതീശൻ തന്നെയാണെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വവുമായും ഷാഫി പറമ്പിൽ ഈ അഭിപ്രായം പങ്കുവച്ചു എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ള AICCയുടെ നേതാക്കളെയെല്ലാം ഷാഫി ഇത് അറിയിച്ചു കഴിഞ്ഞു. KC വേണുഗോപാലുമായി അദ്ദേഹം നിരന്തരം ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റയടിക്ക് പുറത്താക്കിയതിൽ KC വേണുഗോപാലിനും അസംതൃപ്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി.ഡി. സതീശനെടുത്ത കടുത്ത നിലപാട് മൂലം അവർക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ഒരു നിലപാടെടുത്താൽ അതിനെ തള്ളിപ്പറയുക മറ്റ് നേതാക്കൾക്ക് അത്ര എളുപ്പമല്ല. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്താക്കൽ നടന്നത്, സസ്പെൻഷൻ നടന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പോലും മനസ്സുകൊണ്ട് ഈ നീക്കത്തിന് എതിരായിരുന്നുവെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഇങ്ങനെ വി.ഡി. സതീശനെതിരെ ഒരു കെട്ട് കുറ്റപത്രങ്ങളുമായാണ് ഹൈക്കമാൻഡിന് മുന്നിൽ ഷാഫി പറമ്പിൽ എത്തിയിരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കം നടക്കുകയാണെങ്കിൽ അതിനെ തടയിടാനുള്ള നീക്കവുമായാണ് ഷാഫി ഇപ്പോൾ ഡൽഹിയിലെത്തിയിരിക്കുന്നത്. AICC നേതൃത്വവുമായി ഇക്കാര്യത്തെക്കുറിച്ച് ഷാഫി ചില സംസാരങ്ങളും ചർച്ചകളും നടത്തിയിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു. മാത്രമല്ല, കേരളത്തിൽ നിന്നും ഷാഫിയുടെ അനുകൂലികൾ നിരന്തരമായി പരാതികൾ വി.ഡി. സതീശനെതിരെ അയക്കുന്നുമുണ്ട്. ഏതായാലും വി.ഡി. സതീശനെതിരെ കടുത്ത നീക്കം ഹൈക്കമാൻഡിലേക്ക് നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും വി.ഡി. സതീശൻ്റെ കടുത്ത ധൃതി പിടിച്ച അവധാനതയില്ലാത്ത നിലപാടാണ് ഇപ്പോൾ പാർട്ടിയെ ഈ കുഴപ്പത്തിൽ കൊണ്ടത് ചാടിച്ചതെന്നും അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം ഒരിക്കലും ക്ലച്ച് പിടിക്കാത്ത, തെളിവില്ലാത്ത ആരോപണമാണെന്നുമാണ് ഷാഫി കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ പറയുന്നത്. ഇതിനെതിരെ വി.ഡി. സതീശൻ എന്ത് നിലപാടെടുക്കുമെന്ന് നമ്മൾക്ക് കാത്തിരുന്ന് കാണുകയും വേണം. ഏതായാലും കോൺഗ്രസിലെ ഒരു MP, അതും വലിയ ഭൂരിപക്ഷത്തിൽ CPM-ന്റെ ഒരു സീറ്റ് കൈക്കലാക്കിയ ഷാഫിയെ പോലെ ജനപിന്തുണയുള്ള MP പ്രതിപക്ഷ നേതാവിനെതിരെ, കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെതിരെ പരാതിയുമായി ഹൈക്കമാൻഡിലെത്തുന്നത് അത്ര നിസ്സാര കാര്യമല്ല.